ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ. ദുഹാ നിസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ ഓതി പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം 20 minutes ആഫ്റ്റർ സൺറൈസ്, അത്രയും 20 മിനിറ്റ് ഉദയം കഴിഞ്ഞു കടന്നാൽ 2 റക്അത്തുകളായി ദുഹാ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറന്റെ കൂലി. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാത്ത്, എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സുയാമ 3 അയ്യാമിൻ മിൻ കുല്ലി ശഹ്റിൻ, എല്ലാ അറബ് മാസത്തെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ദുഹാഇന്റെ 2 റക്അത്ത് മുടങ്ങാതെ നിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ കൂടെ നിസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സിദ്ധമായ ഹദീസാണ്. കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഊരവേദന, കൈവേദന, മുട്ടുകാല് വേദന, എന്തൊക്കെ വേദനകളാണ്. ഇതൊക്കെ മരുന്ന് വേണ്ടേ? ദുഹാ നിസ്കാരം അതിന്റെ മരുന്നാണ്. എത്ര പൈസ നമ്മൾ അരിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതില്ലേ ദുഹാ നിസ്കരിക്കാതെ. നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ, ജോയിന്റുകൾ, അതിനൊക്കെ പകരം അല്ലാഹുവിന് സ്വതക്ക് കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ജോയിന്റ് ഉണ്ടെന്നറിയാം നമ്മുടെ ശരീരത്തിലെ? മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല, നമ്മുടെ നെർവുകൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകളൊക്കെ കൂടിയാൽ 360 ജോയിന്റ്സ്, 360 ജോയിന്റുകൾ ഉണ്ടെന്ന. നമ്മളൊരു റുക്കൂഇലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുക്കൂഅ് ചെയ്യാൻ, ഊര വളയാൻ. ഊരവേദന വരുമ്പോഴേ മുഅ്മിനെ റുക്കൂഅൊന്നും വേദന ഇല്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദനയില്ല. നമ്മൾ സുജൂദ് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂദ് കഴിഞ്ഞിട്ട്. എന്താണ് ആ സുജൂദ്? അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ? നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അല്ലാഹു വെച്ച 360 ജോയിന്റുകൾക്ക് 360 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഒരു ദിവസം. ഇപ്പൊ സ്വഹാബികൾ, പൊന്നാര നബി, അതിന് മാത്രം പൈസ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, 360 സ്വതക്കേ. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, ഓരോ സുബ്ഹാനല്ലാഹും സ്വദഖയാണ്. 360 ചൊല്ലി. കുല്ലു തഹ്മീദത്തിൻ സ്വദഖ, എല്ലാ അൽഹംദുലില്ലയും സ്വദഖയാണ്. പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയത്, പൈസ ഉള്ളവർക്കും പറ്റിയത് സ്വദഖയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സ്വദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 360 തവണ നിങ്ങൾ ചൊല്ലിയേക്കണം. കുല്ലു തക്ബീറത്തിൻ സ്വദഖ, എല്ലാ അല്ലാഹു അക്ബറും സ്വദഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സ്വദഖ, ഒരു നന്മ ചെയ്യാൻ പറയുന്നത് സ്വദഖയാണ്. അങ്ങനെ 360 കൊടുക്കിൻ. വനഹിയുൻ അനിൽ മുൻകരി സ്വദഖ, ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സ്വദഖയാണ്. 360 തവണ ചെയ്യുന്നത് ഒരു ദിവസം. വയുജ്സിഉ മിൻ ദാലിക, ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വദഖക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട്. റക്അതാനി യർകഉഹുമാ മിനൽ ളുഹാ, ളുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഈ 360 കണിപ്പുകൾക്കുള്ള സ്വദഖക്ക് തുല്യമാണ്. 2 റക്അത്ത് ളുഹ ഇതുവരെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും 2 റക്അത്ത് കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ പടച്ചതമ്പുരാനിലേക്ക് അടുക്കുന്നില്ല. നമ്മുടെ VK അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞില്ലേ, ഇങ്ങനധികം വലിയ വലിയ വേളൊക്കെ നടന്നിട്ട് മാറ്റം കാണില്ലല്ലോ. ആൾക്കാർ പഴയ പോലെ ഇന്നലെ വേളുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ ഈ മാറ്റം കാണുന്നില്ലല്ലോ.
വലിയൊരു വിഷയമാണ്. എന്ത് കാരണം എന്നറിയോ? നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല. നമ്മളങ്ങനെ പാടിപ്പോകുന്നുണ്ട്, ഉസ്താദ് പാടുന്നുണ്ട്, നമ്മളെ തല ആട്ടണുണ്ട്, ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടില്ല വിഷയം. അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല, ഉടച്ചവനിലേക്ക് മനസ്സ് കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മുടെ കൂടെ. وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. കഴുത്തിലെ കണ്ഠനാടിയേക്കാളും അരികത്ത് അള്ളാഹു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ. അള്ളാഹു കൂടല്ലേ? അള്ളാഹു കൂടെ ഇരിക്കുന്നില്ലേ? 360 ജോയിന്റുകൾ, ശരീരത്തിന്റെ ജോയിന്റുകൾ, അവിടെ വേദനയില്ലാതെ അള്ളാഹു നിന്നെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് 1500-2000 രൂപ അല്ലേ? നിനക്ക് 60 വയസ്സാകുന്നവരെ, നിങ്ങൾക്ക് 70 വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്ന അള്ളാഹുവിന് എന്ത് കൊടുത്തു ഫീസ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.